അപ്പർ കാസ്റ്റിന്റെ ഹെജിമണി ആയിരുന്നു സംസ്കൃതം. അതെ, അപ്പർ കാസ്റ്റ് അവരുടെ സ്ത്രീകളെ പോലും സംസ്കൃതം ഉപയോഗിക്കാൻ സംഭവിച്ചില്ല, ദേവഭാഷ എന്ന് പറയുന്നു. അതുമാത്രം ലോവർ കാസ്റ്റ് ആരെങ്കിലും ഇത് പറഞ്ഞാൽ നാക്ക് പിഴണം, കേട്ടാൽ ചേക്കരിച്ച് കുളിക്കണം. എന്നാൽ ബൈബിളിൽ യേശുക്രിസ്തു പറഞ്ഞു, ഇത് വായിപ്പിക്കുകയും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു അനുഗ്രഹിക്കപ്പെടും. ഒരു വശത്ത് സംസ്കൃതം പഠിച്ചാൽ അവനെ ഉപദ്രവിക്കുന്നു, അവനെ കൊല്ലണം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതാ ബൈബിൾ പ്രവർത്തകർ എന്ന് പറയുന്നു ഇല്ല അനുഗ്രഹമാണെന്ന്. അങ്ങനെയാണ് ഒരു ഭാഷകൾ ഡെവലപ്പ് ചെയ്തത്. അല്ല, ഞാൻ ഹാനോട് വീണ്ടും ഒരു കാര്യം ചോദിക്കാം. ഇതേപോലെ തന്നെ ആയിരുന്നില്ലയോ ബൈബിൾ ആദ്യം വായിക്കരുതെന്ന് തന്നെയല്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്, ലാറ്റിൻ ഭാഷയിലായിരിക്കണം. ഇത് ഈ പറയുന്ന ബൈബിളിലും ഉണ്ടായിരുന്നില്ലേ? അത് തെറ്റ്. ബൈബിളിലായിരുന്നു. ബൈബിളിനെ ഉപയോഗിച്ച് ഉപകരണമാക്കി ജനത്തെ അടിമകളാക്കിയ ഒരു സംവിധാനമായിരുന്നത്. തെറ്റാ കാണിച്ചത്. 1962 വരെ കത്തോലിക്കരെ രണ്ടാം സിനോദോസ് വരെ ബൈബിൾ വായിക്കാൻ അനുവദിച്ചിരുന്നില്ല സാർ. 1500 മാർട്ടിൻ ലൂതറിന്റെ ജർമ്മൻ ഭാഷയിലേക്ക് ബൈബിളിന്റെ വിവർത്തനത്തോടു കൂടിയാണ് സാറേ ഈ വിവർത്തനങ്ങൾ ആരംഭിച്ചത്.